കേട് സംഭവിച്ചു. കോഴിക്കോട് സ്കൂളിൻ്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു. പാലത്ത് ഊട്ടുകുളം ജനതാ AUP സ്കൂളിൻ്റെ മതിൽ തകർന്നു. കണ്ണൂരിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ്. ഇരിട്ടി ഉളിക്കൽ വയത്തൂർ പാലത്തിൽ വെള്ളം കയറി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഉളിക്കൽ അറബിക്കുളത്ത് മണ്ണിടിച്ചിലുണ്ടായി. കോട്ടയം തീക്കോയിൽ വീടുകൾ തകർന്നിട്ടുണ്ട്. മുതലപ്പുഴയിൽ കാണാതായവർക്കായി തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. തെരച്ചിലിന് ഹെലികോപ്റ്ററുകൾ ഒരുക്കിയിട്ടുണ്ട്. 9 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 നദികളും റെഡ് അലേർട്ടുണ്ട്. ശക്തമായ ഈ കാറ്റിനും മഴയിനുമുള്ള സാധ്യതയെക്കുറിച്ച് രാവിലെ തന്നെ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ അടക്കം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ന്യൂഡൽഹിയിലെ വാട്ടർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാഷിൻ്റെ പ്രൊജക്റ്റ് മാനേജർ അഖിലേഷ് രമേശ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ വിലയിരുത്താം? നമുക്ക് കഴിഞ്ഞ 2 മാസങ്ങളിൽ ജൂലൈ മാസങ്ങളിൽ സാധാരണ പണ്ട് വലിയ മഴ പെയ്യുന്ന സമയമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ ഇവിടെ പവർ കട്ടിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പവർ കട്ട് അക്ഷരാർത്ഥത്തിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇതാ ഓഗസ്റ്റ് തുടങ്ങി വലിയ മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. വലിയ മഴ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും വെള്ളം കയറുന്ന രീതിയിൽ വലിയ മഴ പെയ്യുന്നു. എങ്ങനെയാണ് നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുക? നമസ്കാരം. ഇതിനകത്ത് കേരളത്തില് മഴ പെയ്യുന്നത് ഒരു അസാധാരണ കാര്യമൊന്നുമല്ല. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് അതിന്റെ അളവിലും അല്ല മാറ്റം വന്നിരിക്കുന്നത്, അതിന്റെ സ്വഭാവത്തിലാണ്. ഒരു 10 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം പെയ്തു കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുന്നത് അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് കാണുന്നത് മഴയുടെ സ്വഭാവത്തില്, മഴയുടെ തീവ്രതയിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. നമ്മൾ 2018 പോലും മഴയുടെ അളവ് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഏതാണ്ട് ഒരു 10%, 12%-ലാണ് കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് 2018 പോലും. ആവറേജ് കേരളത്തിന്റെ മഴ എന്ന് പറയുന്നത് ഏതാണ്ട് 2993, 3000-ൽ താഴെയാണ്, 3000 mm താഴെ മഴയാണ് കേരളത്തിൽ ഓൺ ആൻ ആവറേജ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം നമുക്ക് ആക്ച്വലി അത് കുറവായിരുന്നു. 10%, 16%-ത്തിനടുത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന അളവ് നിങ്ങൾ നോക്കിയാൽ -10% കുറവോ അല്ലെങ്കിൽ +10%-ഓ ആണ് നമ്മൾ കാണുന്നത്. ഇതിനകത്തുള്ള ഒരു വിഷയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രളയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രകൃതി സൃഷ്ടിക്കുന്ന ഒന്നല്ല. പ്രകൃതി ദുരന്തമായിട്ട് അത് മാറുന്നത് നമ്മുടെ പല തീരുമാനങ്ങളാണ്, മനുഷ്യരുടെ പല തീരുമാനങ്ങളാണ്. അത് ഈ തീവ്ര മഴ ഒരു ഹസാർഡാണ് ഉറപ്പായിട്ടും. പക്ഷെ അത് ഒരു ഡിസാസ്റ്റർ ആകുന്നത് നമ്മുടെ ഭൂവിനിയോഗത്തിലും നഗരാസൂത്രണത്തിലും ജലസംഭരണത്തിലും ഒക്കെയുള്ള നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു എന്താ പറയുക, അതിനകത്ത് വരുന്ന ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഇതെല്ലാം നമ്മൾ പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടും എലിനോയായിട്ടും ഒക്കെ പറയുമ്പോഴും അതൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ് വരുന്നത്. മറിച്ച് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വെസ്റ്റേൺ ഗാട്ട്സിൽ പെയ്യുന്ന മഴ അറബിക്കടലിലേക്ക് എത്താനായിട്ട് വളരെ കുറച്ച് സമയം മതി. പക്ഷേ ഇതിനിടയ്ക്ക് വരുന്ന ബ്ലോക്കേജുകൾ, ഇതിനകത്ത് നേരിട്ട് വരേണ്ടിയിരുന്ന ഡ്രെയിൻ ചാനലുകൾ പലയിടത്തായിട്ട് പല രീതിയിൽ നമ്മൾ ബ്ലോക്കായി പോകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയ്യുന്ന മഴയുടെ 3% സംഭരിച്ചു വെക്കാനുള്ള ജലസംഭരണികൾ മാത്രമാണ് കേരളത്തിനുള്ളത്. വെറും 3%. അതിൽ 55%വും നേരിട്ട് അറബിക്കടലിൽ എത്തുകയും ബാക്കി ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ആയിട്ട് പോവുകയും ഇവാപറേറ്റ് ചെയ്ത് പോവുകയും ഒക്കെയാണ് ചെയ്യുന്നത്. വടക്കേ ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലെ നദികളുടെ നീളം എന്ന് പറയുന്നതും അതിനകത്തെ വാട്ടർ റിറ്റൻഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നതും വളരെ അധികമാണ്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ നദികളെല്ലാം ചെറുതാണ്. ഏറ്റവും വലിയ നദിയായിട്ടുള്ള പെരിയാറ് പോലും ബാക്കിയുള്ള വടക്കേ ഇന്ത്യയിലെ നദികളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ നദികളാണ്. അതിനകത്ത് വാട്ടർ റിറ്റൻഷൻ ടൈം ഇല്ല. ഈ വാട്ടർ റിറ്റൻഷൻ ടൈം ഇല്ലാത്ത സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി നമ്മുടെ ഖനനവും മറ്റു കാര്യങ്ങളും കൊണ്ട് ഇതിനകത്തുള്ള സിസ്റ്റത്തെ നമ്മൾ പ്രശ്നങ്ങളാക്കിയിട്ടുണ്ട്. അപ്പം ഈ വാട്ടർ റിറ്റൻഷൻ ടൈം ഇല്ലാതെ വരുമ്പോൾ ഇത് ഫ്ലഡിലേക്ക് പോകും.
ആ, ഈ പറയുന്ന ചെറിയ ദൂരത്തിൽ പോലും നമുക്ക് വാട്ടറിന് എന്താ പറയുക, ആ പോകുന്ന വഴി മാത്രം വഴി തെളിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇത്രയും മഴയും കൂടെ അധികമായി വരുമ്പോഴത്തേക്കും ഈ വെള്ളത്തിന് പോകാൻ ഒരു വഴി നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പം ആ രീതിയിൽ വരുമ്പോഴത്തേക്കും അതിനകത്ത് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ മഴയുടെ ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കാര്യമായിട്ട് വന്നു. മധ്യ ഇന്ത്യയിലെ ന്യൂനമർദ്ദ സംവിധാനങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം കുറച്ച് നാളായിട്ട് മാത്രം കൺസിഡർ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് അറബിക്കടലിലെ ആ, വരുന്ന ഈർപ്പത്തിലുള്ള വലിയ തോതിലുള്ള അളവിൽ വരുന്ന മാറ്റം. ഇതും നമ്മളെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അറബിക്കടലിൽ ഒരു മാറ്റം വന്നാൽ അത് അനുഭവിക്കുന്നത് നമ്മൾ കേരളത്തിലാണ്. കൂട്ടത്തിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഭൂമിശാസ്ത്രവും മറ്റു കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഇതിനോടൊപ്പം നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനവും മഴയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിൽ ഒരു വലിയൊരു ഫാക്ടറായിട്ട് മാറുന്നുണ്ട്. ഇനി ഇത് ഒരു ഏറ്റവും രസമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, രസം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളം ഈ പറയുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ മഴയിൽ മുങ്ങുമ്പോൾ നമ്മൾ മാർച്ച് തൊട്ടും, അതുപോലെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മാർച്ച് തൊട്ടും ഏപ്രിലും മെയിലും ഒക്കെ വെള്ളം കിട്ടാതെ ഇരിക്കുന്ന ചില ഭാഗങ്ങളെങ്കിലും CWRDMന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 2200ഓളം വാർഡുകൾ കേരളത്തിൽ ജലക്ഷാമം അല്ലെങ്കിൽ വാട്ടർ സ്ട്രെസ് അനുഭവിക്കുന്ന വാർഡുകളുണ്ട്. അതായത് നമ്മുടെ വാർഡുകളുടെ ഏതാണ്ട് 10%. ഇത്രയും മഴ പെയ്യുന്ന ഒരു സംസ്ഥാനത്ത് അത് വരാനുള്ള ഒരു മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇനി രണ്ടാമത് നമ്മുടെ നമ്മുടെ ലാൻഡ് യൂസ്, കേരളം ഒഫീഷ്യലി ഏതാണ്ട് 52% അർബനൈസ്ഡ് ആയിട്ടാണ് എന്ന് പറയുമ്പോഴും അത് ടെക്നിക്കലി ഏതാണ്ട് 80% നമ്മൾ അർബനൈസ്ഡ് ആയി കഴിഞ്ഞു. നമ്മളതിനെ അർബൻ കണ്ടിന്യൂം എന്ന് പറയും. അതായത് നമ്മൾ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നമ്മൾ ലാൻഡ് യൂസിലുണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മുടെ വെറ്റ്ലാൻഡുകൾ, നമ്മുടെ തണ്ണീർ തടാകങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ്ലാൻഡുകൾ നമ്മുടെ വെള്ളത്തെ സ്പോഞ്ച് പോലെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ഭൂമിയിലേക്ക് വിടേണ്ട ഒരു സംവിധാനങ്ങളാണ്. അതിൽ കുറേ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. രണ്ട്, നമ്മുടെ നെൽപ്പാടങ്ങൾ കേവലം കൃഷി ചെയ്യാനുള്ളത് മാത്രമല്ല, നമ്മുടെ വാട്ടറിനെ നേരത്തെ പറഞ്ഞ ആ റിറ്റൻഷൻ ടൈം കൂട്ടാനുള്ള ഒരു സംവിധാനം കൂടിയായിരുന്നു. ഈ രണ്ടിടത്തും ഇതിനകത്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പറയുന്ന വെറ്റ്ലാൻഡുകളുടെ ആണെങ്കിലും പാഡി ഫീൽഡുകളുടെ ആണെങ്കിലും അർബനൈസേഷനും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ എഫക്റ്റ് വളരെയധികം കൂടുവാണ്. അപ്പം ഇതുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് പ്രളയത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നത്. ചെറിയ നദികളാണ്, കുത്തനെയുള്ള മലനിരകളിൽ നിന്ന് പശ്ചിമഘട്ടത്തിൽ നിന്ന് വളരെ ഇടുങ്ങിയ തീരപ്രദേശത്തേക്ക് വരുന്ന വെള്ളത്തെ ആ വെള്ളത്തിന് പോകാൻ വഴിയില്ലാതെ സ്റ്റക്കാവുകയാണ്. അങ്ങനെയാണ് നമ്മളിപ്പം പത്തനംതിട്ടയിലാണെങ്കിലും ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലാണെങ്കിലും ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതിനെ ടെക്നിക്കലി പറയുന്നത് റാപ്പിഡ് ഡ്രെയിനേജ് ഡൈനാമിക്സ് എന്നാണ്. ആ റാപ്പിഡ് ഡ്രെയിനേജ് ഡൈനാമിക്സിൽ വരുന്ന മാറ്റങ്ങൾ കാര്യമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതെ. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്കൊന്ന് നേരത്തെ സ്പെയിനിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫ്ലഡ് ഉണ്ടായത് ഒരു അസാധാരണമായ ഫ്ലഡാണ് എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ജർമ്മനിയിൽ ഫ്ലഡ് ഉണ്ടായത്, പിന്നെ ഈ റഷ്യ, കസാഖിസ്ഥാൻ ആ മേഖലകളിൽ വലിയ ഫ്ലഡ് ഉണ്ടായത് ചരിത്രത്തിലുണ്ടാകാത്ത പോലത്തെ ഒരു ഫ്ലഡാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ക്ലൗഡ് ബേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു അസാധാരണത്വം ഈ കാര്യത്തിൽ, എന്ന് വെച്ചാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തതിന് അപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു അസാധാരണത്വം ഈ മഴയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു ആഗോള പ്രതിഭാസം പോലെയൊക്കെ? ഇത് ആഗോള പ്രതിഭാസം എന്ന് പറയുമ്പോഴും അതിനും അപ്പുറം നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ആസാമില്, മഹാരാഷ്ട്രയില്, ഗുജറാത്തില് ഇതെല്ലാം കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് തന്നെ ഫ്ലഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ശരിയാണ്, ആസാമിൽ ഇപ്പം വലിയ ഫ്ലഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഉത്തരാഖണ്ഡിലോ ഹിമാചലിലോ ഒക്കെ നടക്കുന്ന പോലെ അല്ല കേരളത്തിലേക്കോ സൗത്തിലേക്കോ വരുമ്പോൾ നടക്കുന്നത്. ഇതിനകത്ത് എവിടെയാണ് പ്രശ്നം വരുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഈർപ്പം പോയി നമ്മുടെ ക്ലൗഡായിട്ട് വന്ന് അതിൻ്റെ ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റമാണ് ഈ മഴയിലേക്ക് കൊണ്ടുവരുന്നത്.
ഇതിനകത്ത് ടെമ്പറേച്ചറിൽ ഇൻക്രീസ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ക്ലൗഡ് ബേഴ്സിനുള്ള ചാൻസസ് കൂടും. അതാണ് ഇതിനകത്തെ ഇതിന്റെ പുറകിലത്തെ സയൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കൂടുതൽ ജലബാഷ്പീകരണം വരികയും ആ വരുന്ന വായുവിന് ചൂട് കൂടുകയും അത് കൂട്ടത്തിൽ അറബിക്കടലിൽ നിന്നുള്ള ജലബാഷ്പവും കൂടെ ഇതിനകത്തേക്ക് ചേരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടറിന്റെ ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ്. അതായത് വെള്ളത്തിന്റെ അളവിലല്ല വ്യത്യാസം വരുന്നത്, ഇതിന്റെ സ്വഭാവത്തിലാണ്. പെയ്യുന്ന മഴയുടെ ഒരു ഏറ്റവും പ്രശ്നം വരുന്നത് ഒന്ന് ഏറ്റവും ഇതിനകത്ത് ഇപ്പം കേരളത്തെ സംബന്ധിച്ച് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അറബിക്കടലിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം തന്നെയാണ്. കൂട്ടത്തിൽ ബാക്കിയുള്ള ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ സെൻട്രലിന്റെ ഇന്ത്യയിൽ വരുന്ന ന്യൂനമർദ്ദം, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കൂടിച്ചേരുമ്പോഴാണ് ഇതിന് ഒരു റീസൺ അല്ല കേട്ടോ ഉള്ളെ, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ഈ ഒറ്റയടിക്ക് പെയ്യുന്ന മഴയ്ക്ക് ഒറ്റ കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് തെറ്റുമാണ്. ഇപ്പൊ എലിനോ ആണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതല്ല ക്ലൈമറ്റ് ചേഞ്ച് മാത്രമാണ് ഇതിന്റെ റീസൺ. ഇത് ഒരു റീസൺ അല്ല, മൾട്ടിപ്പിൾ റീസൺസ് ചേർന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നത്തിലേക്ക് നമ്മൾ വരുന്നത്. അതെ. മറ്റൊരു കാര്യം കൂടി അവസാനമായി ചോദിക്കാനുള്ളത്, ഈ ഓഗസ്റ്റ് മാസം ഒരു ഭീതിയുടെ മാസമായി മാറുന്നത് അത് എന്തായിരിക്കാം എന്ന് വെച്ചാൽ കാലാവസ്ഥ അങ്ങ് മാറിയതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വിലയിരുത്താൻ കഴിയുമോ? അതെ. ശരിക്കും ഓഗസ്റ്റും പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ കാലവർഷം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഓണത്തോടു കൂടി, അതായത് കർക്കിടകം വരെയും കർക്കിടകപ്പാതി എന്നുള്ളത് നമ്മൾ പരമ്പരാഗതമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഓഗസ്റ്റിൽ മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കർക്കിടക മാസമാണ്, മലയാള മാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കർക്കിടകമാണ്. കർക്കിടകത്തിൽ മഴ പെയ്യുക എന്നുള്ളത് സാധാരണമാണ്, അതൊരു പുതിയ കാര്യവുമല്ല. അതുപോലെ ഇതിനകത്ത് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയ് മാസത്തിൽ നല്ല മഴ പെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2-3 വർഷം എടുത്തു കഴിഞ്ഞാൽ മെയ് മാസത്തിൽ കാര്യമായിട്ട് മഴ പെയ്തു, ജൂണിൽ മഴ കുറഞ്ഞു, ജൂലൈ ഒരു അവസാനം പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിലെ ആയപ്പോഴത്തേക്കുമാണ് ഈ മഴയുടെ വീണ്ടും വന്നിരിക്കുന്നത്. ഇത് വരുന്നത് നമ്മൾ നേരത്തെ പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസും പിന്നെ ന്യൂനമർദ്ദങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മെയ് മാസത്തിൽ അതൊരു മൺസൂൺ കാലവർഷത്തിന്റെ പ്രതിഭാസമായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, നേരെ മറിച്ച് അത് ഒരു ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മഴ പെയ്യുന്നത്. ഓക്കെ, വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. വളരെ നന്ദി.